ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം, മനുഷ്യൻ, പിശാച്, ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാൽ ഈ മൂന്ന് ഭാഗങ്ങളിലും ഒരു വ്യക്തിയല്ലാതെ ഒന്നിലധികം വ്യക്തികളാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് നമ്മൾ ദൈവത്തെ കുറിച്ച് ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്: നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ആ പ്രസ്താവനയിൽ, ആ പദപ്രയോഗത്തിൽ തന്നെ ഒന്നിലധികം വ്യക്തികൾ ദൈവിക ചിന്തയിൽ നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാൻ കഴിയും. നാം നമ്മുടെ സാദൃശ്യത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയല്ല, ഒന്നിലധികം വ്യക്തി ഉള്ളതായി നമുക്ക് ദൈവിക ചിന്തയെ കാണുവാൻ സാധിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവായ യേശു തന്റെ പരസ്യ ജോലി ആരംഭിക്കുന്നതിന്റെ മുന്നോടി എന്ന വണ്ണം യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേൽക്കുവാൻ ചെന്നതായി മത്തായി 3:16 നമ്മൾ വായിക്കുന്നു. അപ്പൊ സ്നാനമേൽക്കാൻ ചെന്നത് കർത്താവായ യേശുവാണ്. കർത്താവായ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുന്ന സമയം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രീതിയിൽ കർത്താവായ യേശുവിന്റെ മേൽ വന്നിറങ്ങി. ആ സമയം സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഇങ്ങനെ കേൾക്കുന്നു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനമേൽക്കുവാൻ യോർദാനിൽ ചെന്നത് ദൈവിക ആളത്വത്തിൽ, ദൈവിക ത്രിത്വത്തിൽ രണ്ടാമനായ നസ്രയനായ യേശു, കർത്താവായ യേശു. ആ സമയം അവന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രീതിയിൽ ഇറങ്ങി. ത്രിത്വത്തിൽ മൂന്നാമത്തെ ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ്. ആ സമയം സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യം പറയുകയാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് പിതാവായ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവിക ആളത്വത്തിൽ 3 ഭാഗങ്ങളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവായ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അന്ത്യനിയോഗം, അവസാനത്തെ നിർദ്ദേശം, സന്ദേശം, കൽപ്പന തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ടു പോയി ഭൂലോകത്തിലെങ്ങും ചെന്ന് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം എന്നതാണ് ആ ദൗത്യത്തിലെ സാരം. മത്തായി 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രമാണിക്കുവാൻ കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കുകയും. അപ്പം യേശു സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാപന്നായി തന്റെ മേൽ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവ് സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിനു ശേഷം ഇങ്ങനെയാണ് കൽപ്പന കൊടുക്കുന്നത്: നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതുകൊണ്ടാണ് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു ക്രൈസ്തവ സ്നാനം, ക്രിസ്തീയ സ്നാനം ജലത്തിൽ ചെയ്യുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കണം. ദൈവിക ആളത്വത്തിൽ 3 പേരുണ്ട്: പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 പേരടങ്ങുന്ന ത്രിത്വ ആളത്വമാണ്, ത്രിയേക ദൈവിക ആളത്വമാണ് ദൈവിക ചിന്തയിൽ ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. ഇനി നമ്മളെ കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ തന്റെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക പട്ടണത്തിൽ കർത്താവിന്റെ സ്ഥാപിതമായ സഭയ്ക്ക് എഴുതിയ തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും
വിശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. ദൈവിക ആളത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യ ആളത്വത്തിൽ മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ പ്രാണൻ, മനുഷ്യന്റെ ആത്മാവ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പഠിക്കുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതും ആകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർതിരിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതാകുന്നു. അത് പ്രാണനെ, ആത്മാവിനെ, സന്ധി മധ്യ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 തെസ്സലോനി 5:23, എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ഇവിടെ മനുഷ്യയാളത്വം ത്രിത്വത്തിൽ അനിശ്ചിതമാണ്. മനുഷ്യന് പ്രാണനുണ്ടോ, ആത്മാവുണ്ടോ, ശരീരമുണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നു. ദൈവിക ആളത്വം ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനി ത്രിത്വമുള്ള ഒരു വ്യക്തി കൂടെ ബൈബിളിൽ ഉണ്ടോ എന്ന് കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിടുന്നു. ഈ വാക്യത്തിൽ 2 പേര് കാണാം, മൃഗം, കള്ളപ്രവാചകൻ. ഇനി അതിന്റെ 20-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 2-ാം വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങല ഇട്ടു. ഇനി 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകന് കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അപ്പൊ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവിക ത്രിത്വത്തിൽ 3 പേരുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യ ആളത്വത്തിൽ 3 ഭാഗങ്ങളുണ്ട്, ശരീരം, പ്രാണൻ, ആത്മാവ്. സാത്താനി ആളത്വത്തിൽ 3 ഭാഗങ്ങളുണ്ട്, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തെ വാക്കിൽ കൊടുക്കുവാൻ, അവനെ പരീക്ഷിക്കുവാൻ കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെന്ന പഴയ പാമ്പായ സർപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെയും പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് മക്കൾ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, സാത്താൻ അവൻ ഏകനല്ല, അവൻ ത്രിയേകനാണ്. അവന് ത്രിത്വമുണ്ട്. അവൻ സാത്താനാണ്, അവൻ മൃഗമാണ്, അവൻ കള്ളപ്രവാചകൻ. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മളെ തെറ്റിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ നാടുകളിൽ ജാഗരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതു വിധേനയും കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്ന് വിശുദ്ധന്മാരെ പാടെ തെറ്റിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 28 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരായി നിയമിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. വീണ്ടും പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തോട് ദയ കാണിക്കാതെ
കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകത്തക്കോണം സത്യത്തെ വളച്ചൊളിച്ച് സംസാരിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിപ്പീൻ. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് ശ്രദ്ധ ആവശ്യമാണ്, ജാഗ്രത ആവശ്യമാണ്, കരുതൽ ആവശ്യമാണ്, ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പിശാച് അവന്റെ ത്രിത്വത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉപയോഗിച്ച് നമ്മളെ വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട്, നമ്മളെ തകിടമറിക്കുവാൻ സാധ്യതയുണ്ട്, നമ്മളെ തകർത്ത് കളയുവാൻ സാധ്യതയുണ്ട്. അവന്റെ ആഴത്വത്തിൽ സാത്താനുണ്ട്, മൃഗമുണ്ട്, കള്ളപ്രവാചകനുണ്ട്. ഏത് രീതിയിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ വളച്ചൊടിക്കാം, നമ്മുടെ ജീവിതത്തെ തകിടമറിക്കാം, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാം. നമ്മളെ ആത്മീയ വിശ്വാസ ജീവിത ബന്ധാവിൽ നിന്ന് വഴി തെറ്റിച്ച് നമ്മളെ അധമനാക്കി കളയുവാൻ ഈ നാളുകളിൽ സാത്താന്യ പ്രവർത്തനം, പൈശാചിക പ്രവർത്തനം, കള്ളപ്രവാചകന്മാരുടെ പ്രവർത്തനം, മഹാസർപ്പങ്ങളുടെ പ്രവർത്തനം ധാരാളമായിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ അറിവില്ലാതെ വന്നാൽ അവൻ നമ്മളെ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ പ്രിയ ദൈവമക്കളെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവിക ത്രിത്വമാണ്. ശരീരവും പ്രാണനും ആത്മാവും മനുഷ്യന്റെ ത്രിത്വമാണെങ്കിൽ സാത്താനുണ്ട്, മൃഗമുണ്ട്, കള്ളപ്രവാചകനുണ്ട്. ഇത് പൈശാചിക ത്രിത്വമെങ്കിൽ ഈ പൈശാചിക ത്രിത്വത്തിൽ സാത്താനോ, മൃഗമോ, കള്ളപ്രവാചകനോ, പഴയ പാമ്പായ മഹാസർപ്പമോ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, നമ്മൾ കരുതലുള്ളവരായിരിക്കണം. നമ്മൾ ദൈവസാന്നിധ്യത്തിലോ ഈ കരുതലോട് നിലനിൽക്കലായെങ്കിൽ വരും നാളുകളിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മളിൽ നിന്ന് വ്യക്തിപരമായോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ നാളുകളിൽ ജാഗരിച്ചിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. ജാഗ്രതയോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുതിക്കൊള്ളണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞ് നമ്മുടെ കർത്താവ് വിശന്നപ്പോൾ വിശ്വാസം പറഞ്ഞതാണെന്നറിയാമോ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കുവാൻ നിനക്ക് അധികാരമുണ്ട്, നിനക്ക് കഴിവുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. നമ്മുടെ കർത്താവ് കല്ലുകളെ അപ്പമാക്കുവാൻ കഴിവുള്ളവരെങ്കിൽ വിശ്വാസിന്റെ തന്ത്രത്തിന്റെ മുന്നിൽ അതിന് വഴങ്ങാതെ വിശ്വാസിനെ മാറ്റി പുറത്താക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുവാൻ കടന്നു വരുന്ന അന്ധകാര ദുഷ്ടശക്തിയെ നാമത്തിൽ മാറ്റി പുറത്താക്കിക്കൊണ്ട് നമ്മുടെ കുടുംബം സമാധാനത്തോടെ ജീവിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വൈര്യത്തോടെ ജീവിക്കുവാൻ, നമ്മുടെ ഭവനം ശാന്തസുന്ദരമായി നിലകൊള്ളുവാൻ നമ്മൾ ജാഗരിക്കണം, നമ്മൾ ജാഗരിക്കണം, നമ്മൾ ജാഗരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവിക ത്രിത്വമുണ്ടോ, മാനുഷിക ത്രിത്വമുണ്ടോ, പൈശാചിക ത്രിത്വമുണ്ടോ? പൈശാചിക ത്രിത്വത്തെ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ആമേൻ.